വിശുദ്ധ ഗ്രന്ഥത്തിലെ സ്ത്രീരത്നങ്ങൾ. ബൈബിളിലെ ഈ കഥാപാത്രങ്ങൾക്ക് വിശുദ്ധി, ധീരത, വിശ്വാസം, തീക്ഷ്ണത, പ്രാർത്ഥന തുടങ്ങിയ പുണ്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഗുണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ദൈവം ധാരാളമായി ചൊല്ലിയിട്ടുണ്ട്. നമുക്കിവ കണ്ടെത്തി ദൈവം തന്ന താലന്തുകളെ എല്ലാവരുടെയും നന്മയ്ക്കായി ഉപയോഗിക്കുവാനുള്ള ഒരു ആഹ്വാനമായി ഈ അവതരണം ഭവിക്കട്ടെ എന്ന ആശംസയോടെ, പ്രാർത്ഥനയോടെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ സ്ത്രീരത്നങ്ങൾ. സാറ, ജനതകളുടെ മാതാവും അബ്രഹാത്തിന്റെ ഭാര്യയുമായ സാറായെ ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യഹൂദ ജനതയുടെ അമ്മയായിരുന്നു സാറ. ദൈവവാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചവളായിരുന്നു സാറ. അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ തളരാതെ സാറയെ മാതൃകയാക്കി ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാം. റെബേക്ക, ഇസ്രായേൽ ഗൃഹത്തിന്റെ മാതാവായ റെബേക്കായെ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലാണ് നാം ആദ്യമായി കാണുന്നത്. നല്ല ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഉത്തമ മാതൃകയാണ് റെബേക്ക. അനുകമ്പ നിറഞ്ഞ ഹൃദയം, ആതിഥ്യ മര്യാദ, ഊർജ്ജസ്വലത, കഠിനാധ്വാനം, ഉചിതമായ തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഈ ഗുണങ്ങളാൽ സമ്പന്നയാണ് റെബേക്ക. റെബേക്കായെ നമുക്ക് മാതൃകയാക്കാം. ലയ, യാക്കോബിന്റെ ആദ്യ ഭാര്യയായ ലയയെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഇസ്രായേലിലെ സ്ത്രീകൾ അവരുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ മാതൃകയാക്കുന്നത് ലയയായിരുന്നു എന്നതാണ്. കഷ്ടനഷ്ട സങ്കടങ്ങളുടെ നടുവിലും ആരെല്ലാം വെറുത്താലും ഉപേക്ഷിച്ചാലും ദൈവത്തിൽ ആശ്രയം കണ്ടെത്താൻ കഴിഞ്ഞിരുന്ന ഒരു പുണ്യവതിയായിരുന്നു ലയ. നിസ്സാരങ്ങളായ ജീവിത പ്രശ്നങ്ങളിൽ പോലും അസ്വസ്ഥത കൊണ്ട് ജീവൻ പോലും തകർത്തെറിയുന്ന മനുഷ്യർക്ക് ഒരു മാതൃകയാണ് ലയ. ഡെബോറ, കാനാൻകാർക്കെതിരെ യുദ്ധം നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ഡെബോറ. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് ഡെബോറയെ കാണാം. നാഫിഡോത്തിന്റെ ഭാര്യയായ ഡെബോറ ഒരു പ്രവാചകയായിരുന്നു. ഇസ്രായേലിലെ ന്യായവിധികൾ നടപ്പിലാക്കിയിരുന്നു ഡെബോറ. ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. പ്രവാചകിയും ന്യായാധിപതിയുമായിരുന്ന ഡെബോറ എന്നും സ്ത്രീകൾക്ക് നേതൃപാടവത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. റൂത്തും നവോമിയും. റൂത്തിന്റെ പുസ്തകത്തിലാണ് നവോമിയെ നാം ആദ്യമായി കാണുന്നത്. റൂത്തിന്റെ അമ്മായിയമ്മയായ നവോമി വളരെ ശക്തിയായ ദൈവവിശ്വാസത്തിൽ ദൃഢതയുള്ള ഒരു ഉപദേശക കൂടെയായിരുന്നു. റൂത്ത്, മൊബാബ് ദേശക്കാരിയായിരുന്ന റൂത്ത് തന്റെ ഭർത്താവിന്റെ മരണശേഷം അമ്മായിയമ്മയായ നവോമിയോടും ദൈവത്തോടും അവൾ വിശ്വസ്തത പുലർത്തി. ദൈവം അവളെ വളരെയധികം അനുഗ്രഹിച്ചു. അങ്ങനെ അവൾ വിശ്വസ്തയ്ക്ക് മാതൃകയായി തീർന്നു. ഇന്ന് എല്ലാ മരുമക്കൾക്കും അമ്മായിയമ്മമാർക്കും മാതൃകയാണ് നവോമിയും റൂത്തും. ഹന്ന, സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹന്നയെ നമുക്ക് കാണാം. കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സാമുവേലിനെ മകനായി നൽകി അവളെ അനുഗ്രഹിച്ചു. ഹന്നയെ പോലെ സ്ഥിരതയോടും മടുപ്പില്ലാതെയും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യൂദത്തിന്റെ പുസ്തകത്തിൽ യഹൂദ യുവതിയായിരുന്ന യൂദത്തിനെ ഇസ്രായേലിന്റെ വിമോചകിയായി ദൈവം നിയോഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഹോളോ ഫെർണാണ്ടസിനെ അവൾ വിവേകപൂർവ്വം വധിച്ച് തലയുമായി ഇസ്രായേൽക്കാരുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നു. ധീരതയുടെയും വിവേകത്തിന്റെയും ദൈവപരിപാലനത്തിൽ ആശ്രയിക്കുന്നതിന്റെ മഹത്വം നമുക്ക് യൂദത്തിൽ ദർശിക്കുവാൻ കഴിയും. എസ്തർ, യഹൂദ യുവതിയായിരുന്ന എസ്തർ വഴി വംശനാശ ഭീഷണി ഭയപ്പെട്ടിരുന്ന യഹൂദ ജനത വിമോചിതരായി. എസ്തർ അഹസ്വേരോസ് രാജാവിന്റെ ഭാര്യയായിരുന്നു. എസ്തർ പഠിപ്പിക്കുന്നത് നിശബ്ദതയുടെ മൂല്യവും ധൈര്യപൂർവ്വം മറ്റുള്ളവരെ അധംപതനത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മുമ്പോട്ട് നയിക്കുവാനുമാണ്. എലിസബത്ത്, സക്കറിയായുടെ ഭാര്യയായിരുന്ന എലിസബത്ത് നീതിനിഷ്ഠയും കർത്താവിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും ഉറ്റമറ്റം അനുസരിക്കുന്നവളുമായിരുന്നു. മറിയം ഉദരത്തിൽ വഹിച്ച ഈശോയെ ആദ്യമായി അഭിവാദനം ചെയ്ത് സംസാരിച്ചത് എലിസബത്ത് ആയിരുന്നു. അടിയുറച്ച ദൈവവിശ്വാസം, ധൈര്യം, എളിമ, പ്രാർത്ഥന, പരസ്നേഹം എന്നീ ഗുണങ്ങളാൽ എലിസബത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കും.
പരിശുദ്ധ മറിയം. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ച മാതാവിന്റെ സമർപ്പണം മുഴുവൻ ലോകത്തിന്റെയും രക്ഷയ്ക്ക് കാരണമായി. വിശുദ്ധിയുടെ വിളനിലമായ മാതാവിന്റെ എല്ലാ ഗുണങ്ങളും ഈ നിമിഷം നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ സൃഷ്ടി ഏറ്റവും നിസ്സാരമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് വിനയം, താഴ്മ, സമർപ്പണ മനോഭാവം, സേവന മനോഭാവം, പുണ്യത്തിന്റെയും അനുസരണത്തിന്റെയും പ്രതീകം, പ്രാർത്ഥനയിൽ സ്ഥിരത, ഉപവാസം എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നന്മകൾ നമുക്കും സായത്തമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമരിയാക്കാരി സ്ത്രീ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിനെയും സമരിയാക്കാരി സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കും. യേശു പാപികളെ തേടി വന്നതാണെന്നും യേശുവിനോടുള്ള സംസാരത്തിൽ അവൾക്ക് മാനസാന്തരവും തുടർന്ന് അവളുടെ സാക്ഷ്യം നിമിത്തം അനേകർ യേശുവിലേക്ക് വിശ്വസിച്ചുവെന്നും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലൂടെയും യേശുവിനെ സാക്ഷ്യപ്പെടുത്താനും യേശുവിനെ അറിയുവാൻ മറ്റുള്ളവർക്ക് ഇടയാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലോഡിയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പന്തിയോസ് പീലാത്തോസിന്റെ ഭാര്യയായിരുന്ന ക്ലോഡിയ യേശുവിനായി മാധ്യസ്ഥം വഹിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവൾ ആളയച്ച പീലാത്തോസിനെ ഇങ്ങനെ അറിയിച്ചു: ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ മൂലം ഞാൻ സ്വപ്നത്തിൽ വളരെയധികം ക്ലേശിച്ചു. അതിനാൽ നീതിക്ക് വേണ്ടി ധൈര്യപൂർവ്വം നിലകൊള്ളുന്നവർക്ക് മാതൃകയാണ് ക്ലോഡിയ. മഗ്ദലന മറിയം. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം, യേശു ഉയർത്തെഴുന്നതിന് ശേഷം മറിയത്തിനാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്ന്. അവളാണ് യേശുവിന്റെ ഉയർപ്പ് എല്ലാവരെയും ആദ്യം അറിയിച്ചത്. പാപ വഴികളിൽ നിന്നകന്ന് മാനസാന്തരത്തിന്റെ വഴികളിലൂടെ ചരിച്ച് യേശുവിനെ